സുബുവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അതെ, അവനും കുട്ടികളെ പോലെയല്ലേ, അതുകൊണ്ട് കുട്ടികളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും. ശരിക്കും അവനാളൊരു പാവാ. അതുപോലെ നിനക്ക് സുബുവിനെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും അല്ല. പിന്നെങ്ങനെയാ? അവൻ വളരെ നല്ലവനല്ലേ, നല്ലവനാകുമ്പോ എല്ലാവർക്കും ഇഷ്ടാവില്ലേ, അങ്ങനെയൊരു ഇഷ്ട. ഓ, അങ്ങനെയാണോ? ഹലോ 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 ഫാമിലി, മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ? ഇത്രയും നേരം നമ്മുടെ ക്യൂട്ട് ബേബീസ് നമ്മളെ കുറെ ഗെയിംസ് ഒക്കെ കളിപ്പിച്ച് എന്റർടൈൻ ചെയ്തു. ഇനി താങ്ക്സ് ഗിവിംഗ് ടൈം. ഇവിടെ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് അവര് മുന്നോട്ട് വന്ന് 2 വാക്ക് പറയണം. കമോൺ സിഹി, അത് നീയാ. എനിക്ക് ആദ്യം തന്നെ വീരു അങ്കിളിനോട് താങ്ക്സ് പറയണം. എന്തിനാണെന്നോ, സീതമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് വീരു അങ്കിളാ. താങ്ക് യു അങ്കിൾ. പിന്നെ മുത്തശ്ശനോട് ഒരു താങ്ക്സ് പറയാനുണ്ട്. എന്താന്ന് വെച്ചാ അവര് കോടതിയിലേക്ക് വന്ന് ഞങ്ങളെ വിജയിപ്പിച്ചു. താങ്ക് യു മുത്തശ്ശ. എനിക്ക് നിങ്ങളോടെല്ലാം എന്താ പറയണ്ടെന്ന് അറിയില്ല. സീതയും രാമിനെയും ബീറ്റ് ചെയ്യാൻ പറ്റിയതിലും പിന്നെ ഈ സിഹിമോളെ എന്റെ ഫ്രണ്ടായിട്ട് കിട്ടിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ 3 പേരുടെ റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു ശ്രാവണി, താങ്ക് യു സിഹി. ഒരു മിനിറ്റ് ശ്രാവണി, ഇവിടെ നിൽക്ക്. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ഇതുവരെ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് ആ നിമിഷം എന്താ ഇപ്പൊ എത്തി. ഇപ്പോ ശ്രാവണിയും വീരു സാറും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ്. വരൂ സാർ. എന്താ ഡാൻസ് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ലേ, ഞാനില്ല. അതെന്തായാലും നന്നായി. ഡാൻസ് ഒന്നും നടക്കുന്ന കാര്യമില്ല സാറേ, നിങ്ങള് വാ. ഇല്ല, മൊത്തം കൈവിട്ടു പോകും. ആരെങ്കിലും കൈ കൊണ്ട് ഡാൻസ് കളിക്കോ? കാലുകൊണ്ടല്ലേ ഡാൻസ് കളിക്കാറ്? എന്നെ കൊണ്ടുപോയാ. പിങ്കേ, എന്നാ പിന്നെ വീരുവെങ്കിലും പകരം നമ്മുടെ സുബ്ബു കളിക്കട്ടെ. ഏയ് ശരിയാ, നല്ല ചോയ്സാ. അയ്യോ, എനിക്ക് ഡാൻസ് അറിയില്ല. ഒന്ന് കളിക്ക്. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ലെന്നേ. അയ്യോ, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നേ. പറയാതെ തമ്മിലാ
മഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. പിന്നെ പറ സുബു, എന്താ വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു സാർ. സുഖം, ദുഃഖം, വേദനകള്, ജയം, പരാജയം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് കഷ്ടനഷ്ടങ്ങളെ പറ്റി സംസാരിക്കാനല്ല, ഇഷ്ടങ്ങളെ കുറിച്ച് സംസാരിക്കാനാ. പറ, നിനക്ക് സുബുവിനോട് ചെറിയൊരു ഇഷ്ടം ഇല്ലേ? ഇല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. ശ്രാവണി, ഞങ്ങളും പ്രേമിച്ചു തന്നെയാ കല്യാണം കഴിച്ചേ. ഈ പ്രേമിക്കുന്നവര് മനസ്സിലൊരു കാര്യം വെച്ച് പുറത്ത് വേറൊരു കാര്യം സംസാരിക്കും. ഇറ്റ്സ് ഓക്കെ, കാര്യം പറ. നിന്റെ ജീവിതത്തില് സുബു നിന്റെ കൂടെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ജീവിതത്തിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലികളും എന്റെ മേലുള്ള ഉത്തരവാദിത്തങ്ങളും സാറിന് എന്റെ മേലുള്ള വിശ്വാസവും ആ വീട്ടുകാർ എന്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹവും അതൊക്കെയാണ്. സ്നേഹം, വിശ്വാസം, ഉത്തരവാദിത്വം, ഇതെല്ലാത്തിന്റെ നടുവില് നിന്റെ വഴിയിലൊരു പ്രേമമുള്ള കാര്യം നീ മറന്നുപോയോ സുബു? സ്നേഹിക്കുന്നുണ്ട് സത്യ, പക്ഷെ സ്നേഹം അവനോട് എങ്ങനെ തുറന്നു പറയണം, എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല. ഇല്ല, എനിക്ക് നിങ്ങൾ എന്താ പറയുന്നത് മനസ്സിലായില്ല. സി സുബു, മനുഷ്യർക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്വം എന്നും ഉള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യനൊരു മനസ്സും ഹൃദയമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നീ എപ്പോഴും ജോലിയെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും മാത്രം ആലോചിച്ചാ നിന്നെ കുറിച്ച് ആലോചിക്കുന്ന ആരാ? നിന്റെ ലൈഫിലേക്ക് ഒരു പങ്കാളി വന്നു കഴിഞ്ഞാ അത് മറ്റൊരു സന്തോഷമല്ലേ? സുബു, നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ പറയ്, ഞങ്ങള് മുന്നിൽ നിന്ന് നിന്റെ കല്യാണം നടത്തി തരാം. അയ്യോ, പ്രേമോ? ഒരിക്കലുമില്ല സാർ. ആദ്യം എനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണം നടത്തണം. അതുവരെ എന്റെ കാര്യത്തിൽ ഒരു ചിന്തയില്ല എനിക്ക്. അല്ലെങ്കിലും എന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുക വേണ്ട. എന്റെ അച്ഛനും അമ്മയും ആരെ കാണിച്ച് താലികെട്ടാൻ പറയുന്നോ ഞാൻ കണ്ണുടച്ച് താലികെട്ടും, അത്രേ ഉള്ളൂ. സുബു, ജീവിതത്തെക്കുറിച്ച് നിനക്കുള്ള കാഴ്ചപ്പാട് വേറെ, ഞങ്ങളിപ്പോ പറയുന്ന കാഴ്ചപ്പാട് വേറെ. തലയിലുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് നിന്റെ ഹൃദയം എന്ന് പറയുന്നോ അതിപ്പോ കേൾക്കാൻ നോക്ക്. ഇപ്പോ ചിലപ്പോഴൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് മനസ്സിലാവില്ല. ഹൃദയം പറയുന്നത് ഹൃദയത്തിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. എന്നാലും ഞാൻ സുബുവിനെ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായേ? അത് എക്സ്പീരിയൻസ് കൊണ്ട് പറ്റൂ ശ്രാവണി. ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ നീ ഇപ്പോഴും ജൂനിയറാ, ഞങ്ങള് സീനിയേഴ്സാ ശ്രാവണി. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്നേഹം ഇലത്തുമ്പിലെ മഞ്ഞു തുള്ളി പോലെയാണ്. വെയില് വന്നാ അത് ആവിയായി പോവും, കാറ്റ് വീശിയാ അത് വഴുതി താഴെ പോവും. ആ മഞ്ഞുതുള്ളി നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ വേണം ചെന്ന് വീഴാൻ. മനസ്സിലായോ? പക്ഷെ എന്റെ മനസ്സിലുള്ളത് അവന് മനസ്സിലാവുന്നേ ഇല്ല. ഒന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമം നടത്തിയതാ. പക്ഷെ അവന് എത്രയ്ക്കും ബുദ്ധിയുണ്ടോ അത്രയ്ക്കും പൊട്ടനം. എന്ന് കരുതി നീ അടങ്ങിയിരുന്ന നീ മണ്ടിയാവത്തതേ ഉള്ളൂ. പ്രേമത്തില് പണം, അന്തസ്, പ്രതാപം, അധികാരം ഇതൊന്നും കണക്കിപ്പെടുത്തതേയില്ല. അതിന്റെ വലിയ എക്സാമ്പിൾ ഞങ്ങൾ തന്നെയാണെന്ന് പറയാം. എത്രയും പെട്ടെന്ന് നീ സുബുവിനോട് പോയി നിന്റെ സ്നേഹം തുറന്നു പറയും. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഞങ്ങള് ഇത്രയും നേരം പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ സുബു? മനസ്സിലായി, പക്ഷേ കുറച്ച് കൺഫ്യൂസ്ഡാ ഞാനിപ്പോ. അതെന്തായാലും നന്നായി. നമ്മൾ ആണുങ്ങൾക്ക് എപ്പോഴും ഈ കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടിയെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോ എന്തിനും താങ്ങാൻ നിന്റെ പങ്കാളിയും അങ്ങനെ പറഞ്ഞു കൊടുക്കരാമ. കറക്റ്റ് അത്. ഇനി നിനക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പിങ്കി, ഞാനും നീ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ? നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കി ഞാൻ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കൊണ്ടുവന്നിരുന്നേനെ. ഞാൻ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ശ്രാവണി ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. നീ എന്റെ വീട്ടിലേക്ക് വന്നാ ഞാൻ നിനക്കും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് തരാം. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ശ്രാവണി ചേച്ചി എവിടെ പോയി? ശരി, ഞാൻ നോക്കിയിട്ട് വരാം.
പോയി? ഞാനും ഒന്ന് നോക്കിയിട്ട് വരാം. സീതമ്മ, സീതമ്മ, സീതമ്മ. അതെ വിജയ, പാമ്പ് ഈ വഴിക്കാ പോയത്. ഞാൻ കണ്ടതല്ലേ. എന്ത് പാമ്പുണ്ടെന്നോ? ആ, എത്ര വലിയ പാമ്പാന്നറിയോ? എന്റെ അമ്മോ, എന്ത് വലിപ്പാണെന്നറിയോ? അതെങ്ങനെ അറിയാതെ കുട്ടികളെ കൊത്തിക്കഴിഞ്ഞാ അയ്യോ, ഞാൻ റെസ്ക്യൂ ടീമിനെ ഒന്ന് വിളിക്കട്ടെ. ആ സീതയെ നേരത്തെ അങ്ങോട്ട് തന്നെ പോയത്. ഞാൻ ആ സീതയോട് പറഞ്ഞത് അങ്ങോട്ട് പോകരുതെന്ന്. ഞാൻ പറഞ്ഞത് കേട്ടില്ല അവള്. ഒരൊറ്റ പോക്കായിരുന്നു അങ്ങോട്ട്. സീതയോ? ആ പാവം, അവക്ക് അവിടെ പാമ്പുള്ള കാര്യം അറിയില്ല എന്ന് തോന്നുന്നു. അയ്യോ, ആദ്യം ഞാൻ റെസ്ക്യൂ ടീമിനെ ഒന്ന് വിളിക്കട്ടെ. ആ സീതമ്മ, പറയൂ മാഡം. രുദ്രപ്രതാപ്, നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങളുടെ നേരെ തന്നെ വരുന്നുണ്ട്. റെഡിയാണ് മാഡം, കാര്യം നടക്കും. ഡോണ്ട് വറി. ഓൾ ദി ബെസ്റ്റ്. സിഹി എന്തായാലും ആ രുദ്രപ്രതാപ് ഉള്ളിടത്തേക്ക് പോയല്ലോ. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് ശ്രാവണിയാ. അവളെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചാ നമ്മുടെ പണി എളുപ്പമാവും. അയച്ചാ പോരെ? ഈ സുബു ഇത് എവിടെ പോയി? ഈ ആണുങ്ങൾക്ക് ഫ്രണ്ട്സോ പാർട്ടിയോ കിട്ടിയ പിന്നെ വീട്, കൂട്, ഭാര്യ, ഗേൾ ഫ്രണ്ട് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് ശരിക്കും അവനോട് സംസാരിച്ചിട്ട് പോലുമില്ല. ഇവനിത് എങ്ങോട്ട് പോയതാ? സീതമ്മ, സീതമ്മ. ഏയ് സിഹി, സിഹി, സീതമ്മ, സിഹി, സീതമ്മ. സിഹി, നീ എങ്ങോട്ടായി പോകുന്നേ? ശ്രാവണിയെ കിഡ്നാപ്പ് ചെയ്യാൻ വേറെ പ്ലാൻ ഉണ്ടെന്നാണല്ലോ ഭാർഗവി പറഞ്ഞത്. പറയൂ രുദ്രപ്രതാപ്. ഇവിടെ സിഗിയുടെ കൂടെ ശ്രാവണിയും വരുന്നുണ്ട്. അപ്പൊ എളുപ്പമായല്ലോ. നമ്മുടെ മിനിസ്റ്ററുടെ മോളെ പിടിക്കാൻ വലിയ വല വേണ്ടി വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ അവളായിട്ട് തന്നെ വന്ന് ചൂണ്ടയിൽ കൊത്തിയല്ലോ. ചൂണ്ടയിൽ വന്ന മീനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ നമുക്ക്? അവളെയും കിഡ്നാപ്പ് ചെയ്തേക്കാം. ഓക്കെ. ഏയ്, അവർ രണ്ടുപേരും വരുന്നുണ്ട്. രണ്ടുപേരും തൂക്കിക്കോ. രണ്ടിനെയും വണ്ടി കയറ്റി വേറെ ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതാ നമ്മുടെ ജോലി. അത് കഴിഞ്ഞ് വേറെ ടീം നോക്കിക്കോളും. ഓക്കെ? സിഹി, കറക്റ്റ് ആയിട്ട് പറഞ്ഞടാ സുബു. നീ ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ. ഓക്കെ. അല്ലടാ, പെണ്ണുങ്ങളെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എടാ, പെണ്ണുങ്ങളൊക്കെ ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കിട്ടൂടാ. അയൽവക്കത്തെ ചർച്ചയാണെങ്കിലും ഡൽഹിയിലെ മീറ്റിംഗ് ആണെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മളെ ആരെ ഓർമ്മ പോലും കാണില്ല അവർക്ക്. സിഹി, സിഹി, അവളെ വിട്. എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? അല്ല, പാർട്ടി ആകുമ്പോ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. സിഹി, സുബു, സുബു. കേട്ടോ? ആരാ നിങ്ങളൊക്കെ? ആ, വിട്. ഓടിങ്ങോട്ട്. അശോക, ഇത് പാർട്ടിക്കിടെ നടക്കുന്ന ബഹളമൊന്നും അല്ല കേട്ടോ. ആർക്കോ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുവാണല്ലോ. എടാ, ഒന്ന് വന്ന് നമുക്ക് നോക്കാം. ശരി, ബാ.
ഞാൻ പറഞ്ഞതല്ലേ പെണ്ണുങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ബഹളം, അതിബഹളം, ബഹളങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. വലിയ ശ്രദ്ധയുള്ള ചെവികളാ നിങ്ങൾക്ക്. ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ബാ ബാ ബാ. മുറുക്കെ പിടിച്ചോ, അവള് രക്ഷപ്പെടാൻ പാടില്ല. ഇതൊരു വലിയ ഡീലാ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് എന്റെ തലയിൽ വരും. മനസ്സിലായോ? ശരിയാണോ? ഞാൻ പറയുന്നത് ശരിക്ക് കേട്ടോ. ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഇവരെ കൊണ്ടാക്കിയിട്ട് വേഗം തിരിച്ചു വാ. ആയിക്കോട്ടെ അണ്ണാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെല്ല്. പണത്തിന് പണവും കിട്ടും, പ്രതികാരത്തിന് അതും നടക്കും. കയ്യിലൊരു കത്തി തന്ന് കേക്ക് മുൻപിൽ വെച്ച പോലുണ്ട്. ഈ സമയം കൊണ്ട് ആ സീതയെ രാമനും മകളെ കാണാത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് പതറിക്കാണും. എവിടെയെങ്കിലും കണ്ടോ അവളെ? എല്ലായിടത്തും നോക്കി കാണുന്നില്ല സർ. സീത റെസ്റ്റ് റൂമിലും ഇല്ല. സീത സിഹിയെ എവിടെയും കാണുന്നില്ലല്ലോ. റാം, നീ ടെൻഷൻ അടിക്കാതെ. അച്ഛാ, വിഷമിക്കൊന്നും വേണ്ട. സിഹി ഒരു വികൃതിയല്ലേ, ഇവിടെ എങ്ങനെ കളിക്കുന്നുണ്ടാവും. മോസ്റ്റ്ലി അവള് പിങ്കിയുടെ കൂടെ കാണും. പിങ്കി എത്തിയല്ലോ. പിങ്കി, സിഹി എവിടെ? സിഹിയും കാണുന്നില്ലേ? സിഹിയും കാണുന്നില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം പിങ്കി? ശ്രാവണി ചേച്ചി എവിടെയും കാണുന്നില്ല. ശ്രാവണിയും കാണുന്നില്ലേ? മാഡത്തെ കാണുന്നില്ലെന്നോ? ഏട്ടാ, ശ്രാവണി വിളിച്ചിട്ടെടുക്കുന്നില്ലല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നില്ലേ? സന്തോഷമായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ അതിപ്പോ ഇങ്ങനെ ആയല്ലോ. ആ സുബു, ആ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യേ. സിഹി, നീ ശ്രാവണി ചേച്ചിയുടെ കൂടെ ഞങ്ങളെ പ്രാങ്ക് ചെയ്യുന്നതല്ലോ? സികുട്ട, എല്ലാരും പേടിച്ചിരിക്കുക. പ്ലീസ് നീ ഒന്ന് പുറത്തേക്ക് വാ. ടെൻഷൻ എടുപ്പിക്കില്ലേ വെറുതെ. ശ്രാവണി ചേച്ചി കളിയൊക്കെ ഒന്ന് നിർത്തി വാ. സാറേ, പുറത്തെ CCTV ഫുട്ടേജില് സിഹിയും മാഡം പുറത്തു പോയ ഫുട്ടേജ് ഇല്ല. ബാക്കിലെ ക്യാമറ വർക്കും ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ലേ? ഏട്ടാ, എനിക്കെന്തോ ഇതിൽ വേറെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാ? അവരെ രണ്ടുപേരെയും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തായിരിക്കോ? കിഡ്നാപ്പോ? കിഡ്നാപ്പോ? അതെങ്ങനെ പറയാൻ പറ്റും സർ? ഞാൻ അങ്ങോട്ട് ശ്രാവണിയെ തെരഞ്ഞു പോയപ്പോ അവിടുന്ന് എനിക്ക് മൊബൈൽ കിട്ടി. ഇത് സിയുടെ ആണോ? അതെ, ഇത് എന്റെ മകളുടെയോ? സീത, സിഹിക്കൊന്നും ഈ ശ്രാവണി ആയിരിക്കോടാ? ഇങ്ങോട്ട് വന്ന് ശ്രാവണിയും സിഹിയും ആരുടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്?
അതൊന്നും നടക്കില്ല. ഇതൊരു പ്രൈവറ്റ് പാർട്ടിയാ. ഭാർഗവ്, എനിക്കെന്തോ ഇത് നിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് തോന്നുന്നുണ്ട്. സന്തോഷമായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ അതിപ്പോ ഇങ്ങനെ ആയല്ലോ. എല്ലാവരും ഒന്നും അടങ്ങ്. എന്തായാലും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. സുരേന്ദ്ര, ഇവിടുത്തെ സ്റ്റേഷനിലെ സർക്കിളിൽ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ.